അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവറാകാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ടാണ്, കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. രേണുസുതി ഒരുപാട് വിവാദങ്ങൾപ്പെട്ടൊരു സഹോദരിയാണ്. അവരുടെ പല വിഷയങ്ങളിലും നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളാകുന്ന കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും ഉള്ളവരാണ്. എന്നാൽ ഈ അടുത്ത് അവരൊരു വീഡിയോ ചെയ്തു. അവർക്ക് ക്യാൻസർ ആണെന്നും വളരെ ബുദ്ധിമുട്ടിലാണെന്നും ചികിത്സ ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അടിയിൽ വന്ന് പലരും കമന്റ് ചെയ്തു, നാശം ചത്തു തൊലയട്ടെ, നശിച്ചു പോട്ടെ, രോഗം വന്നത് നന്നായി. എടോ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരാളുടെ വീഴ്ചയിൽ ഒരാൾക്ക് രോഗം വരുമ്പോൾ ഇങ്ങനെ ആനന്ദിക്കുന്നത്, അതിനിങ്ങനെ ആസ്വദിക്കുന്നത് ഒരു മനുഷ്യന് ചേർന്ന പണിയല്ല. മൃഗങ്ങൾ പോലും ഈ കാര്യത്തിൽ നമ്മളെക്കാൾ ഭേദമാണ്. നാളെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ രോഗം വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ച് നടന്നു പോയവർ പലരും ഇന്നും മണ്ണിന്റെ അടിയിലല്ലേ? ആരോഗ്യമായി കണ്ടവർ പലരും ഇന്ന് RCCയിൽ ക്യാൻസറിന്റെ പിടിയിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളിൽ കിടപ്പിലാണ്. മനുഷ്യന്മാർ ഇത്രയൊക്കെ ഉള്ളൂ. എടോ, മറ്റുള്ളവന്റെ വേദന കണ്ട് ദുഃഖിക്കാൻ നിനക്കായില്ലെങ്കിലും അത് കണ്ട് നീ സന്തോഷിക്കാൻ നിൽക്കരുത്. അത് ഏറ്റവും മ്ലേച്ഛമായ മനസ്സുള്ളവനും ഒരു അഹങ്കാരിക്കും മാത്രമേ സാധ്യമാകൂ. അവരിൽ നമ്മൾ പെടരുതിടോ. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ കമന്റുകളായി നിങ്ങൾക്കത് രേഖപ്പെടുത്താം. വിയോജിക്കുന്നെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ അതായത് ഉസ്താദ് പറഞ്ഞതിലും കാര്യമുണ്ടല്ലേ. അപ്പോൾ എന്താ പറയലെന്ന് വെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക കേട്ടോ. ഇത്രയും കാലം അവരെ കുറ്റപ്പെടുത്തിയിട്ടും അതായിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക. അവർക്ക് വരെ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലേ.